കലാ കുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2025 ഇന്ദുലേഖ മുതൽ കുർബാൻ വരെ മലയാള നോവൽ നടന്ന വഴി എന്ന രണ്ടാമത്തെ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളിനി മൂന്നാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. വിഷയം അജണ്ടകൾ നിശ്ചയിക്കുന്നത് ആർക്കു വേണ്ടി? പുതിയ മാധ്യമ ലോകം. ഈ ചർച്ചയിലേക്ക് പ്രമുഖ മാധ്യമ പ്രവർത്തകനും നമ്മുടെ മുഖ്യാതിഥിയും കൂടിയായിട്ടുള്ള ശ്രീ ശരത് ചന്ദ്രനെ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയുടെ മോഡറേറ്ററായി കുവൈറ്റിലെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ മുനീർ അഹമ്മദിനെയും വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ജനാധിപത്യത്തിൻ്റെ തൂൺ എന്നാണ് മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ലെജിസ്ലേറ്റീവിനും എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കുമൊപ്പം ജനാധിപത്യത്തെ ശക്തമായി നിലനിർത്തുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്കിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ ആരെയാണ് താങ്ങുന്നത്, എന്തിനെയാണ് താങ്ങുന്നത് എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. ശൈലിയിലും സമീപനത്തിലും മാധ്യമ മേഖലയിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം ഈ ചോദ്യത്തെ സാധൂകരിക്കുന്നുണ്ട്. KKLFൻ്റെ ഈ വേദിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും ഈ വിഷയമാണ്. അജണ്ടകൾ നിശ്ചയിക്കുന്നതാര്? പുതുമാധ്യമ ലോകം എന്നാണ് ഈ സെഷന് നൽകപ്പെട്ടിരിക്കുന്ന പേര്. നമുക്കെല്ലാം സുപരിചിതനായ കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള ശ്രീ ശരത് ചന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്. മാറുന്ന മാധ്യമ ശൈലികളെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചറിയാം. അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് കുറഞ്ഞ സമയം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. മാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് 24 മണിക്കൂർ മതിയാകാത്ത ഒരു സാഹചര്യമാണ്. എന്നാൽ നമുക്ക് നേരിട്ട് അനുവദിച്ച സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങളിലേക്ക് തന്നെ കടക്കാം. വെൽക്കം. താങ്ക് യു. നമുക്കറിയാം, ആഗോളതലത്തിൽ തന്നെ മാധ്യമ മേഖല വലിയൊരു മാറ്റത്തിൻ്റെ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഡിജിറ്റൽ ഡോമിനൻസ്, അതുപോലെ അൽഗോരിതം ബേസ്ഡ് കണ്ടൻറ്റ് ഡെവലപ്മെൻറ്റ്, വ്യൂവേഴ്സ് മാനേജ്മെൻറ്റ്, അതോടൊപ്പം തന്നെ TRP, കോർപ്പറേറ്റ് ഇടപെടൽ, ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങൾ മാധ്യമ മേഖലയെ നമ്മൾ കാണുന്നുണ്ട്. ഒരു കേരളത്തിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു പരിണാമത്തെ എങ്ങനെയാണ്, ഈ ഒരു കൺവേർജൻസിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഏതായാലും മുനീർ സംസാരിച്ചു തുടങ്ങിയതിനൊരു നല്ല താങ്ങോടെയാണ്. ആരെയാണ് മാധ്യമങ്ങൾ താങ്ങുന്നത് എന്നാണ് ചോദിച്ചു വെച്ചത്. പറയാനുള്ളത് ആദ്യമേ അങ്ങ് പറഞ്ഞു. ഏതായാലും ഞാൻ ഈ പറഞ്ഞതിലേക്ക് വരുന്നതിന് മുമ്പ് മുനീറിൻ്റെ അനുവാദത്തോടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സമീപകാലത്ത് മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഏറ്റവും അധികം കൈകാര്യം ചെയ്യേണ്ടി വന്ന ഒന്നായിരുന്നു കുവൈറ്റിലെ തീപിടുത്തം, മംഗഫിലുണ്ടായ തീപിടുത്തം. അന്ന് ഈ സംഘടന കല, അതിൻ്റെ ഒരു വലിയ ഇടപെടൽ, അന്ന് ലോക കേരള സഭ നടക്കുന്ന സമയമായിരുന്നു. നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നാഗനാഥൻ ഉണ്ടായിരുന്നു, ഹിക്മത്ത് ഉണ്ടായിരുന്നു. ആ ദിവസം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ദിവസങ്ങളിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. മലയാളിയുടെ തന്നെ കമ്പനി, മലയാളികളുടെ മരണം, രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വേർപാട്, വലിയ തോതിൽ നമ്മളിങ്ങനെ വിറങ്ങലിച്ചു നിന്നൊരു സമയമായിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വിവരങ്ങൾ നാട്ടിലേക്ക് അടക്കം എത്തിക്കുന്നതിന് നടത്തിയിട്ടുള്ള വലിയ പരിശ്രമം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അന്ന് വളരെയേറെ സഹായകരമായിരുന്നു എന്ന് ഇന്നിവിടെ ഇരിക്കുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനത് ആദ്യം തന്നെ ആ നിലയിൽ, അതുതന്നെയാണ് ഈ സംഘടന നടത്തുന്ന വലിയ ഇടപെടലുകളെക്കുറിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ നിലയിലൊരു അറിവ് പകരുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുന്നതിനോ ഒക്കെ ഇടവരുത്തിയത്. അത് പറയേണ്ടതാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അത് പറയേണ്ടതാണ്. അത് പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്ന് വിചാരിച്ചു. ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നവമാധ്യമങ്ങൾ
സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ സ്വാധീനം അത് ദൃശ്യമാധ്യമങ്ങളടക്കമുള്ള മാധ്യമങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോഴും സത്യത്തിൽ ഈ ഫോൺ വഴി ഞാൻ എൻ്റെ ജോലിയിലാണ് കൂടുതൽ സമയം. ഓൺലൈനിലൂടെ നമുക്ക് നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടാൻ കുറച്ച് മണിക്കൂറുകളുടെ ഡിഫറൻസ് ഉണ്ട് എന്നിരിക്കെ ഞാനിവിടെ ഇരുന്ന് ഇന്ന് ചെയ്യണം എന്ന് എൻ്റെ ഓഫീസിൽ എൻ്റെ സഹപ്രവർത്തകരോട് സജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമായി പറയുകയോ ചെയ്തത് കശ്മീരിലെ ഭീകരാക്രമണത്തെ തുടർന്ന്, പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ആളുകൾ മരിക്കുമ്പോൾ അതിനെ ഏറ്റവും നല്ലൊരു വർഗീയതയുടെ നല്ല രുചിയുള്ള ഒരു വിഭവമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമം നടക്കുമ്പോൾ അതിനെ മറികടക്കുന്ന കശ്മീരിലെ മനുഷ്യരുടെ, ജാതിയും മതവും ഒന്നും നോക്കാത്ത മനുഷ്യരുടെ, കുതിരസവാരിക്കാരനായ ആദിൽ ഹുസൈൻ മുതൽ ഒട്ടേറെ മനുഷ്യർ അവിടെ ഈ ഭീകരരോട് പോരാടി ജീവൻ വെടിഞ്ഞ കശ്മീരികളുണ്ട്. ഭീകരതയ്ക്കെതിരാണ് തങ്ങൾ എന്ന് പറഞ്ഞ കശ്മീരികളുണ്ട്. അപ്പോൾ മതത്തെ ചൂണ്ടിക്കാട്ടി മതത്തെ ഭിന്നിപ്പിച്ച് രാജ്യത്തിനകത്ത് വലിയ തോതിൽ അപകടകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് കുറിപ്പുകൾ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ആ കുറിപ്പുകൾ, ഈ അഭിപ്രായങ്ങളെല്ലാം ഇന്നത്തെ നമ്മുടെ വാർത്തയിൽ ഉണ്ടാവണം എന്ന് പറയുന്നൊരു നിർദ്ദേശം കൊടുക്കുകയും വിവിധ കോണുകളിൽ നിന്ന് അത്തരം മനുഷ്യരെഴുതിയിട്ടുള്ളത്, അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഏകോപിപ്പിച്ച് നമ്മുടെ വാർത്തയുടെ ഒരു കണ്ടൻ്റായി, ഉള്ളടക്കമായി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഈ ഒരൊറ്റ ഉദാഹരണം മതിയാവും. സമൂഹ മാധ്യമങ്ങൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ദൃശ്യമാധ്യമങ്ങളിലാകട്ടെ പത്രമാധ്യമങ്ങളിലാവട്ടെ ഒക്കെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഗുണപരമായി ഞങ്ങളത് ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അനുഭവം. നമ്മുടെ വാർത്തകളും ഈ പ്രൈം ടൈം ഡിബേറ്റുകളുമൊക്കെ ഏറ്റവും കൂടുതൽ കാണികളും പ്രേക്ഷകരുമുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളുടെ അന്തിച്ചർച്ചകളെന്ന് നമ്മൾ ഇൻവേർട്ടഡ് കോമയിൽ പറയുന്ന ഡിബേറ്റുകൾ. ഇതൊക്കെ ചില അജണ്ടകൾക്കനുസരിച്ചാണെന്നാണ് പൊതുവെ വരുന്ന വിമർശനം. വാർത്തയുടെ ഉറവിടം, അതിൻ്റെ പ്രമേയം, അതിൻ്റെ ഡെലിവറി ഇതെല്ലാം ഒരേ ദിവസം പല ചാനലുകളിൽ പല വിധത്തിലാകുമ്പോൾ ഈ വിമർശനത്തിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിശ്ചയമായും അതിൽ ഈ നമ്മുടെ ചർച്ചയുടെ തലക്കെട്ട് വളരെ കൃത്യമായി എനിക്ക് തോന്നുന്നു ഈ 8 മണി 9 മണി ചർച്ചകൾ വെച്ചിട്ട് താരതമ്യം ചെയ്യാൻ തോന്നുന്നു. മാധ്യമ അജണ്ടകൾ നിശ്ചയിക്കുന്നത് ആർക്കു വേണ്ടി എന്ന് നിശ്ചയമായി ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചർച്ചകളുടെ അതാത് ദിവസത്തെ വരുന്ന സോഷ്യൽ മീഡിയ കാർഡുകൾ കണ്ടാൽ അറിയാം. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട മുൻനിരയിൽ നിൽക്കുന്ന ഒരു ചാനൽ ഏത് ചർച്ച ചെയ്താലും അതിൽ നിന്ന് അവരെന്തായിരിക്കും ആ ചർച്ചയ്ക്ക് കൊടുക്കുന്ന തലക്കെട്ട് എന്ന്, പ്രത്യേകിച്ച് ഒരു പ്രത്യേക അവതാരകൻ വന്നാൽ എങ്ങനെയായിരിക്കും ആ ചർച്ചയുടെ തലക്കെട്ട് എന്ന് അവരിടാതെ തന്നെ നമ്മൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്ര എവിഡൻ്റാണ് ആ സാഹചര്യം. വളരെ കൃത്യമായി അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പറയാൻ കഴിയും. അത് പല താല്പര്യങ്ങളാൽ രൂപപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. അത് ആ മാധ്യമ അജണ്ടകളുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് അന്തിച്ചർച്ച എന്ന് പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഡോക്ടർ പ്രേംകുമാറിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. ഞാനിന്ന് 8 മണിക്ക് ഒരു പുതിയ സംരംഭത്തിൽ ഏതോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് പോകുന്നുണ്ട്. അന്തിച്ചർച്ചയ്ക്ക് അന്ത്യമായോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ആ പോസ്റ്റർ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനതിൽ ചെന്നിട്ട് ഒരു കമൻ്റ് ഇട്ടു, അതിനും അന്തിച്ചർച്ച. പറഞ്ഞു മനസ്സിലായില്ലേ? അത് ചർച്ച ചെയ്യാനും ഒരു അന്തിച്ചർച്ചയാണ്. പക്ഷേ അതിൽ പോസിറ്റീവായി കൂടി കാണാം. കേരളത്തിൽ കുറേ കൂടി വിപുലമായ കോർണർ യോഗങ്ങളുണ്ടായിരുന്നു. ഇന്ന് കോർണർ യോഗങ്ങൾ എവിടെയുണ്ട്? കേരളത്തിൻ്റെ മുക്കിനും മൂലയിലും ഉണ്ടായിരുന്ന പ്രതിഷേധ യോഗങ്ങൾ കുറഞ്ഞില്ലേ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 24 മണിക്കൂറും ഇതിനകത്ത് നമ്മൾ ഏറ്റവും പുതുതായി, അത് ശരിയും തെറ്റുമാകാം, മോശപ്പെട്ടതുണ്ടാകാം, നല്ലതുണ്ടാകാം, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ റിയാക്ഷൻസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ച പഴക്കമുള്ള കാര്യങ്ങൾ പറയാൻ ഒരു കോർണർ യോഗം വിളിച്ചാൽ അതിലെ കടന്നു പോകുന്ന മനുഷ്യർ പറയില്ലേ, ഇടേ ഇതൊക്കെ പഴയതായി, അപ്ഡേറ്റ് ചെയ്യൂ, പുതിയ കാര്യങ്ങൾ ഇതേ നമ്മൾ കേട്ടിട്ടാണ് ഈ വരുന്നതെന്ന് പറയും. അപ്പോൾ കോർണർ യോഗങ്ങൾ, രാഷ്ട്രീയ യോഗങ്ങൾ, പൊതുയോഗങ്ങൾ എന്നുള്ളത് മെഗായോഗങ്ങളായി മാറി. രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ മഹായോഗങ്ങൾക്കപ്പുറം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വരുന്ന യോഗങ്ങൾക്കപ്പുറം, അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ ക്യാമ്പയിൻ്റെ ഭാഗമായ യോഗങ്ങൾക്കപ്പുറം കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരത്ത് നിന്ന് പൊതുയോഗങ്ങൾ കുറയുകയും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്പേസ് അല്ലെങ്കിൽ ആ ഒരു സ്പേസായി മീഡിയ സ്പേസ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിഹസിച്ചാൽ ഇത് അത്ര വേഗം തീർന്നു പോകില്ല മുന്നിറെ. കുറച്ചു കാലം കൂടെയൊക്കെ ഞങ്ങൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ സജീവമായിട്ട് ഇവിടെയൊക്കെ ഉണ്ടാവും. ഈ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കൽ, വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു വാർത്തയുടെ കൈമാറ്റം എന്നതിനപ്പുറം സമൂഹത്തിൻ്റെ ഒരു പൊതുബോധ നിർമ്മിതിക്ക് ഈ ചർച്ചകൾ വഴിയാകുന്നുണ്ടോ? കാരണം അല്ലെങ്കിൽ അത്തരം ഒരു അജണ്ട ചർച്ചകൾക്ക് പിന്നിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
പ്രത്യേകിച്ച് ചില ആങ്കർമാരുടെയൊക്കെ പ്രസൻറ്റേഷനൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിലൊരു പൊതുബോധ നിർമ്മിതി. മുനീർ എന്നെ കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയിപ്പിക്കാനാണ് നോക്കുന്നത്. അതിലും ഭേദം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ പോരെ. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ അത് വളരെ കൃത്യമായി എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് ഉറപ്പായും പറയാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിൽ വികസനത്തിന് കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് വലിയ തോതിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് ആര് നിഷേധിച്ചാലും അത് ആ നിലയിൽ നിലനിൽക്കാത്ത, ആ നിലപാട് നിലനിൽക്കാത്ത വിധം വളരെ കൃത്യമായി ആളുകൾക്ക് ബോധ്യമുള്ളതാണ്. അതിൽ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വരികയാണ്. ഏറ്റവും നല്ല സൗകര്യങ്ങളോട് കഴിയുന്ന പ്രവാസികളുടെ ജീവിതത്തിന് ഒരുപാട് ദുരിതങ്ങളുണ്ടാകും. പക്ഷേ ആ പ്രവാസി മണ്ണിന് ഒരുപാട് പുതിയ കാലത്തിൻ്റെ സൗകര്യങ്ങൾ പേറി ജീവിക്കുന്നവരാണ് എന്ന് ധരിച്ചുകൊണ്ട് ഞാൻ പറയാം. ആ സൗകര്യങ്ങളിലേക്ക് നമ്മുടെ നാട് പോവുകയാണ്. ഉദാഹരണത്തിന് കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഏത് പഞ്ചായത്ത് ഓഫീസിൽ പോയാലും, ഏത് മുനിസിപ്പാലിറ്റിയിൽ പോയാലും, ഏത് കോർപ്പറേഷനിൽ പോയാലും വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് കിട്ടും, മരണ സർട്ടിഫിക്കറ്റ് കിട്ടും. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഭാര്യയും ഭർത്താവ് 2 ഭാഗത്തിരുന്നോട്ടെ, പക്ഷെ നിങ്ങൾക്ക് 2 ഭാഗത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് അതിനുവേണ്ടി ലീവ് എടുത്ത് കേരളത്തിൽ വന്ന് പലതവണ ഈ പറഞ്ഞ പഞ്ചായത്ത് ഓഫീസിലൊക്കെ പോയി കൊടുത്ത് നിന്ന് നടന്ന് കാല് തെയ്യുക എന്ന് പറയില്ല, ചെരുപ്പ് തെയ്യുക എന്ന് പറയും. ആ സംവിധാനം അവസാനിപ്പിച്ച് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്താൽ 23ാമത്തെ മിനിറ്റിൽ അരമണിക്കൂറിൽ താഴെ ഈ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി ലഭിക്കുന്ന വിധത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ സംസ്ഥാനതല തുടക്കമായിരുന്നു. കഴിഞ്ഞ 1 വർഷമായി അതിൻ്റെ പരീക്ഷണം നടക്കുകയായിരുന്നു. 1 വർഷം ഏതാണ്ട് ലക്ഷക്കണക്കായ ഫയലുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലുമായി നടപ്പാക്കി. ഇതിപ്പോൾ 900-ൽ പരം പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷൻ നടപ്പാക്കി. ഞാൻ രാവിലെ മോർണിംഗ് ഷോയിൽ ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള, അതിൻ്റെ IT ഹെഡായിട്ടുള്ള തമിഴ്നാട് കേഡറിലെ IAS ഉദ്യോഗസ്ഥനായിരുന്ന മലയാളി, അദ്ദേഹം ഈ IAS പണിയൊക്കെ ഉപേക്ഷിച്ച് VRS ഒക്കെ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ അവിടെ കൈകാര്യം ചെയ്യുന്ന IT ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ കേരള സർക്കാർ ഇത്തരത്തിലേക്ക് ഒരു സംവിധാനത്തിലേക്ക് പോയപ്പോൾ ആരെ നമുക്ക് ഏൽപ്പിക്കണം എന്ന നില വന്നപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ ട്രാക്ക് റെക്കോർഡ് കണ്ടിട്ടാവണം കേരളം അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് എന്നെ വിളിച്ചത്. അങ്ങനെ സർവീസിൽ നിന്ന് വിരമിച്ച് പോയ ആ ഉദ്യോഗസ്ഥൻ തിരിച്ചു കേരളത്തിൽ വന്ന് അതിൻ്റെ IT മിഷൻ്റെ ഹെഡായി നിന്ന് കഴിഞ്ഞ കുറേ മാസങ്ങളായി അവർ രാപകൽ പണിയെടുത്ത് ഇതിൻ്റെ ഒരു ബാക്ക് എൻഡ് ടീം അതിഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിൽ ഇങ്ങനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ അറിയാൻ അപ്പോൾ രാവിലെ മോർണിംഗ് ഷോയിൽ ഇത് ചെയ്യുമ്പോൾ ആളുകൾ ഓരോ ചോദ്യം ചോദിക്കുന്നു. ഇപ്പോൾ നിങ്ങളിത് പറയുമ്പോൾ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ആളുകൾ ചോദിച്ചു, പഴക്കമേറിയ ജനന സർട്ടിഫിക്കറ്റ് കിട്ടുമോ? പുള്ളി പറഞ്ഞു, നോ ഡൗട്ട് കിട്ടും. 1948 മുതലുള്ള നമ്മളുടെ ഡോക്യുമെൻറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടു പഞ്ചായത്തുകളിൽ, കോർപ്പറേഷനുകൾ. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് ഒരാൾ ചോദിച്ചു, വിവരാവകാശ രേഖകൾ കിട്ടുമോ? അപ്പോൾ പറഞ്ഞു, അത് ഇതിൽ വരില്ല. അതേസമയം ഈ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ്സ് ഇതെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ഇത് രാവിലെ അങ്ങനെ ഒരു സെഷനിൽ ചർച്ച ചെയ്തു. വൈകിട്ട് 8 മണി എന്ന് പറഞ്ഞ സോക്കോളുടെ അന്തി ചർച്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ വിഷയം മാത്രം എടുത്തു വെച്ച് ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്യുമ്പോൾ മന്ത്രി MP രാജി, സാധാരണ മന്ത്രിമാർ ചർച്ചയ്ക്ക് വരാറില്ല, നമ്മൾ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ അനിവാര്യത, വരണം, പങ്കെടുക്കണം, ജനങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം കുറേയേറെ സമയം അതിന് ചിലവഴിച്ചു. ബന്ധപ്പെട്ട മേഖലകളിലെ ആളുകളെ വിളിച്ചു. അങ്ങനെ നമ്മളൊരു ചർച്ച ചെയ്തു. ഒരു ചർച്ചയുടെ കാര്യമല്ല പറഞ്ഞത്. അങ്ങനെ പല ഘട്ടത്തിലും രാഷ്ട്രീയത്തെയും കേരളത്തിൻ്റെ വികസനത്തെയും നമ്മൾ ബന്ധപ്പെടുത്തി നമുക്ക് ചർച്ച ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ മുനീർ പറഞ്ഞതുപോലെ നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ നില കൈവരിക്കുന്നതേയില്ല. അന്ന് ഇതേ പ്രേംകുമാർ ചർച്ചയിൽ പാനലിസ്റ്റായിട്ട് വന്നപ്പോൾ പറഞ്ഞു, ശരത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ മറ്റു മാധ്യമങ്ങൾ, മുനീറിന് ഇഷ്ടപ്പെടും ഞാനീ പറയുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ മറ്റു മാധ്യമങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യും എന്ന്? അങ്ങനെ പ്രതീക്ഷിച്ചാൽ നിങ്ങൾക്കാണ് കുഴപ്പം. അതേസമയം ഏതെങ്കിലും പഞ്ചായത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരല്പം വൈകി എന്നോ അല്ലെങ്കിൽ സെർവർ ഡൗൺ ആയെന്നോ എന്നെന്തെങ്കിലും കിട്ടിയാൽ, അല്ലെങ്കിൽ ഈ ഡാറ്റകൾ 48 മുതലുള്ള ഈ ഡാറ്റകൾ എവിടേക്കാണ് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കാനോ കഴിയുന്ന ഒരു പരിസരം വന്നാൽ അന്ന് കെ സ്മാർട്ട് ചർച്ച ചെയ്യും. അല്ലാതെ നാട്ടുകാർക്ക് മനുഷ്യനും ഗുണമാണ് എങ്കിൽ ചർച്ച ചെയ്യാൻ ആരെയും കിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ആ വിമർശന മാധ്യമങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ചുരുക്കപ്പേരിൽ വിളിച്ച ആളുകൾ ആക്ഷേപിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ ആക്ഷേപിക്കുന്നവർ പറയും, നിങ്ങളെ ആക്ഷേപിച്ചതല്ലോ, നിങ്ങളെ ചുരുക്കിപ്പേര് വിളിച്ചതല്ലേ എന്ന് പറയും. അപ്പോൾ നമ്മൾ അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ചുരുക്കുന്നതൊക്കെ. പക്ഷേ ഈ ആക്ഷേപം നേരിടേണ്ടി വരുന്നത് നമ്മൾ ഉള്ളടക്കത്തിൽ ഇടപെടുന്നതിലെ ആ ഒരു ജനാധിപത്യമില്ലായ്മയും വിമർശനത്തിന് പകരം അധിക്ഷേപം, മുൻവിധികൾ അത് അവതാരകരുടെ ഭാഗത്തു നിന്ന് വരുമ്പോഴും ഒക്കെയാണ് ഈ വിധം വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ മുൻകാലങ്ങളെക്കാൾ തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. മാധ്യമങ്ങൾ സ്വതന്ത്രമാകണമെന്നാണ് എക്കാലത്തും നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു
കടന്നുവരവോടുകൂടി തന്നെ ഒരു ഉത്തരവാദിത്വമില്ലാതെയുള്ള ഒരു ഇടപെടൽ, ഒരു സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമവും ഡിജിറ്റൽ മീഡിയയും പ്രിൻ്റ് മീഡിയയും തമ്മിലുള്ള അന്തരമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഒരു പരിധി എവിടം വരെയാണ്? അല്ല, ഇതിൽ ഈ സ്വതന്ത്രം എന്നൊക്കെ പറയുന്നതേ ആ സ്ഥാപനത്തിന് വലിയ കടമൊന്നുമില്ല, ബാങ്ക് ലോണൊന്നും ഇല്ലെങ്കിൽ അത് സ്വതന്ത്രമാണെന്ന് പറയാം. എഡിറ്റോറിയൽ സ്വതന്ത്രമൊന്നുമല്ല. അത് പല ധാരണകളും താല്പര്യങ്ങളും കൊണ്ട് തന്നെ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കൈരളി വളരെ കൃത്യമായ ഇതിനൊരു നിലപാടുണ്ട്. ആ നിലപാട് എന്ന് പറയുന്നത് വർഗീയ വിരുദ്ധ, സാമ്രാജ്യ വിരുദ്ധ, മാനവികതയ്ക്കൊപ്പം നിൽക്കുന്ന വിപുലമായ ഒരു ഇടത് രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യതയെ നമ്മളതൊരു രാഷ്ട്രീയത്തിലേക്ക് ചുരുക്കുക എന്ന നിലയ്ക്കല്ല ഞാൻ പറഞ്ഞു. ഞാൻ കുറച്ചുകൂടി വിപുലമായി തന്നെയാണ് പറഞ്ഞത്. ഇതിനെതിരായി ഏത് സമയത്തും ശബ്ദിക്കുക എന്നുള്ളതാണ്. രാജ്യം അതിഗൗരവതരമായ വർഗീയതയുടെയും ജനാധിപത്യ ധ്വംസനത്തിൻ്റെയും ഭരണഘടന അട്ടിമറിക്കുന്നതിൻ്റെയും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അത്തരം സുപ്രധാന ദിവസങ്ങളിൽ പോലും ഒരു കാർഡിട്ട് രാജ്യഭരണത്തിനെതിരെ ഒരു ചർച്ച പോലും ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾ മടിച്ചു തുടങ്ങിയ കാലമാണ്. ഇതൊക്കെ ദേശീയതലത്തിൽ മാത്രമായിരുന്നു. ദേശീയതലത്തിൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തെ സർക്കാർ ഭരണകൂടങ്ങളെ വിലക്കെടുക്കുന്നത് എന്ന് കരുതിയ നമ്മൾക്ക് മുമ്പിലേക്ക് കേരളത്തിലും ഇത് വന്നു തുടങ്ങി. അപ്പോൾ ചർച്ചകളിൽ പോലും സോഷ്യൽ മീഡിയ ചോദിക്കും, ഇങ്ങനൊരു കാർഡിട്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു എഡിറ്റോറിയൽ നിലപാടിൽ നിന്നുകൊണ്ട് ഞങ്ങളത് ചെയ്യും. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യാതിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത് വലിയ തോതിൽ മാനേജ്മെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പരിമിതപ്പെട്ടിട്ടുണ്ട്. അതിനോട് ചേർത്ത് തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അജണ്ടകൾ ഉണ്ട് മാധ്യമങ്ങൾക്ക് എന്നുള്ള ഒരു പൊതുബോധം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു. ആരാണ് സത്യത്തിൽ അജണ്ടകൾ നിർമ്മിക്കുന്നത്? ഈ പ്രക്രിയയിൽ എഡിറ്റോറിയൽ സ്വാതന്ത്ര്യവും അതുപോലെ ഉടമസ്ഥതയുടെ സ്വാധീനവും അത്രത്തോളം ഉണ്ട്. ഒരു എഡിറ്റർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഇപ്പോൾ കൈരളി ടി വിയുടെ ഒരു പ്രവർത്തനത്തിൽ താങ്കൾക്ക് സ്വതന്ത്രമായ ഈ എഡിറ്റോറിയൽ നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്നുണ്ടോ, ഉടമകളുടെ ഇടപെടലില്ലാതെ? ഉറപ്പായും അത് ആളുകളുടെ ഒരു വലിയ സംശയമാണ്. ഇന്നലെ ഞാനിവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ കുവൈറ്റിലെ മാധ്യമപ്രവർത്തകരുമായി മുന്നിലുണ്ടായിരുന്നല്ലോ, നമ്മൾ സംസാരിച്ചപ്പോഴും ആളുകൾ ചോദിക്കുന്നൊരു കാര്യം, നമുക്ക് സ്വതന്ത്രമായി കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിശ്ചയമായി നമുക്ക് ഒരു രാഷ്ട്രീയ ഒരു പൗരബോധമുണ്ട്, സാമൂഹ്യ നിലപാടുണ്ട്, നിരീക്ഷണമുണ്ട്, രാഷ്ട്രീയമായ കാഴ്ചപ്പാടുണ്ട്. നമ്മൾ ഇതിൽ നിന്നെല്ലാമാണ് നമ്മുടെ ഒരു അഭിപ്രായത്തെ രൂപപ്പെടുത്തുന്നത്. അവിടെ ഒരു എഡിറ്റർ എന്ന നിലയിൽ എനിക്ക് ആ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ സ്ഥാപനം നിശ്ചയമായും തരുന്നുണ്ട്. എൻ്റെ വാർത്താ സംവിധാനത്തിന് ആ നിലയിൽ മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട്. അതേ നിലയ്ക്ക് മാനേജ്മെൻറ്റുകളുടെ താല്പര്യങ്ങൾ മറ്റ് മാധ്യമങ്ങളെ നിശ്ചയമായും ബാധിക്കുന്നുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോകും. പ്രതിപക്ഷ പാർട്ടികളായി മാറുന്ന മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്. പ്രതിപക്ഷ നിലപാടെടുക്കാം. സർക്കാരുകളെ വിമർശിക്കുന്ന, കണ്ടൻറ്റിൽ നിന്ന് വിമർശിക്കുന്ന, പ്രതിപക്ഷ സ്വരമുള്ള നിലപാടുള്ള മാധ്യമമാകാം. പക്ഷേ പ്രതിപക്ഷ പാർട്ടിയായി ഒരു മാധ്യമം മാറേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം കേരളത്തിൽ നേരിടുന്നുണ്ട്. അതെന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം കൊണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച തോറും വരുന്ന റേറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ അജണ്ടകൾ നിർണ്ണയിക്കുന്നതിൽ മാനേജ്മെൻറ്റുകൾ ഇടപെടുന്നുണ്ട്. മാനേജ്മെൻറ്റ് മാറുന്നതിനനുസരിച്ച് അഭിപ്രായം മാറുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചാനലിലിരുന്ന് നമ്മൾ കൊള്ളയ്ക്കെതിരെ വലിയ നിലയിൽ സംസാരിക്കും. മറ്റൊരു ചാനലിൽ ചെല്ലുമ്പോൾ അത് സംസാരിക്കാൻ പറ്റാതെ വരും. എന്തുകൊണ്ടാണ്? അതിൻ്റെ നിക്ഷേപ താല്പര്യങ്ങളിലേക്ക് ബന്ധപ്പെട്ട ആളുകൾ വന്നാൽ പിന്നെ എങ്ങനെ സംസാരിക്കും? അപ്പോൾ കാര്യം മാറിയില്ലേ? ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരൊക്കെ ഇത് ബാധിക്കുന്നുണ്ട് പല രൂപത്തിൽ. പിന്നെ ഇതെല്ലാം നമ്മുടെ ഒരു തൊഴിലുകൂടിയാണ്. ആ തൊഴിൽ എന്ന നിലയ്ക്ക് ഇത്തരം നിർബന്ധങ്ങൾക്കും ഇത്തരം നിർദ്ദേശങ്ങൾക്കും ഒരുപാട് പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾക്കിടയിൽ ഈ ഫേക്ക് ന്യൂസുകൾ വലിയ രീതിയിൽ ഒരു നിയന്ത്രണവുമില്ലാതെ ഫേക്ക് ന്യൂസുകൾ പടരുകയും അത് സോഷ്യൽ മീഡിയ ഏറ്റുപിടിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഒരു എഡിറ്റർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അതായത് നമുക്ക് എങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സന്തുലിതമായ മാധ്യമ പ്രവർത്തനം നടത്താം? ഫേക്ക് ന്യൂസുകൾ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളാണ് അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം. ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളെ ആധാരമാക്കി ചർച്ചകളിലേക്ക് വക്താക്കൾ വരും. അത് ഒരു ഉത്തരവാദിത്വമില്ലാതെ പറയേണ്ടി വരും. അവിടെ നമുക്ക് പലപ്പോഴും അവതാരകർ നല്ല കേട്ടിരിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാവില്ലേ? ചില സമയത്ത് നമുക്കും വലിയ ക്ഷമയുള്ള മനുഷ്യരാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെയൊക്കെ പറയാറുണ്ട്. അതായത് മറ്റൊരു മനുഷ്യനോട് അങ്ങനെ അങ്ങ്
പരിധി വിട്ട് ശോഭിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കാത്തതുകൊണ്ടോ ഒക്കെ നമുക്ക് ക്ഷമയുണ്ടെന്നായിരിക്കും തരും. അങ്ങനെ പറയുന്നത് നമുക്ക് പോലും സഹിക്കാൻ പറ്റാത്ത നിലയിലേക്ക് വെറും ഒരു വസ്തുതയുമില്ലാത്ത വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്ന കണ്ടൻറ്റ് ഉപയോഗിച്ച് വലിയ തോതിൽ പ്രസംഗം നടത്തും. കുറേയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ പറയേണ്ടി വരും, ഇത് ശരിയല്ല ആശാനെ, ഇതൊക്കെ തെറ്റാണ്, ഇങ്ങനൊന്നും അല്ല വസ്തുത എന്ന് പറയേണ്ടി വരും. ഫാക്സിലേക്ക് പോകും, അതെങ്കിലും വെച്ച് സംസാരിക്കും, മനുഷ്യർ കാണുന്നു എന്നൊക്കെ പറയേണ്ടി വരാറുണ്ട്. അത് ചർച്ചകളുടെ കാര്യത്തിൽ. വാർത്തയുടെ കാര്യത്തിലും വളരെ വലിയ തെറ്റുകളെ നിർലജ്ജം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ, ഞാൻ കൂടുതലും ദൃശ്യമാധ്യമങ്ങളെക്കുറിച്ച് തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികം സംസാരിക്കാം, വലിയ നിലവാര തകർച്ച നേരിടുന്നുണ്ട്. അനാരോഗ്യകരമായ മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരം ഉള്ളതുകൊണ്ട് നിലവാര തകർച്ച വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വയനാട് ദുരന്തത്തിന് ശേഷം കേരളത്തിൻ്റെ ഹൈക്കോടതിയിലേക്ക് കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക സഹായവും കേരളത്തിന് നൽകിയില്ല. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും വലിയ തോതിൽ പണം നൽകിയപ്പോഴും പ്രത്യേക സഹായം, സ്പെഷ്യൽ പാക്കേജ് നൽകിയിട്ടില്ല. പിന്നീട് തന്നത് മാർച്ച് 31 വായ്പയായി തരുന്നു, നിങ്ങൾ നടത്തി തീർത്തുകൊള്ളണം എന്ന് പറയുന്ന രീതിയിലൊക്കെയുള്ള കണ്ടീഷൻസൊക്കെ പിന്നീട് നമ്മൾ കണ്ടു. ഈ വിഷയം കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് നിരന്തരം ഹാജരാകാൻ നോട്ടീസ് പോകുന്നു. കേന്ദ്ര സർക്കാർ ഹാജരാകുന്നതിന് വലിയ വൈമനസ്യം കാണിക്കുന്നു. നിലപാട് പറയാൻ വക്കീൽ വന്നാലും നിലപാട് പറയാൻ വലിയ ബുദ്ധിമുട്ട്, നീട്ടിക്കൊണ്ടു പോകുന്നു. ഇങ്ങനൊരു സാഹചര്യം. കേരള സർക്കാർ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ചിലവാക്കിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി ചിലവാക്കാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കാട്ടി കേന്ദ്ര സർക്കാരിലേക്ക് ഇതിൻ്റെയൊക്കെ കൃത്യമായ കണക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. അതിനകത്ത് ഈ കണക്കുകളൊക്കെ ഉണ്ട്. അതിന് കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായ ദുരന്തങ്ങളിൽ എങ്ങനെയാണോ കേന്ദ്ര സർക്കാരിലേക്ക് കേന്ദ്ര സഹായം ചോദിച്ച് നമ്മളൊരു അപേക്ഷ കൊടുക്കുന്നത്, ആ അപേക്ഷയ്ക്കനുസരിച്ച് തന്നെ ആ ഫോർമാറ്റ് പിടിച്ച് ആ കീഴ്വഴക്കം വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനു മുമ്പ് നടന്ന പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം, അന്ന് മറ്റൊരു സർക്കാരാണ്, ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ, UDF ഭരിക്കുന്ന കാലമാണ്. ഇതുപോലെ തന്നെ നമ്മൾക്ക് വലിയ തോതിലുള്ള ആവശ്യകത ചൂണ്ടിക്കാട്ടി കണക്ക് അവതരിപ്പിച്ചാൽ എന്തെങ്കിലും കിട്ടും. ഇതൊരു തരം ബാർഗൈനിങ് സ്വഭാവമാണ്. അന്ന് അത്രയും കോടികൾ ചോദിച്ചു കൊടുത്തിട്ട് ഒരു രൂപ പോലും അന്ന് കിട്ടിയിട്ടില്ല. മോദി സർക്കാരിന് മുമ്പിലേക്ക് കേരള സർക്കാർ ഓരോ ഹെഡിലും നമ്മൾ ചെയ്തതും ചെയ്യേണ്ടതായിട്ടുള്ളതും പണം കിട്ടേണ്ടതുമായി കാണിച്ച് അപേക്ഷ കൊടുത്തതിൻ്റെ വിവരങ്ങൾ ഹൈക്കോടതിയെ കൊടുക്കുന്നു. കിട്ടേണ്ട പണത്തെക്കുറിച്ചാണ്, എസ്റ്റിമേറ്റാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് വാർത്ത കൊടുത്തത്? കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തു, ഒരു ആളുടെ മരണത്തിന് ശേഷം ആ ശവസംസ്കാരത്തിന് 75,000 രൂപ കേരള സർക്കാർ ചിലവാക്കി കഴിഞ്ഞു. ചെയ്യാത്ത അല്ലെങ്കിൽ മുടക്കാത്ത പണത്തിന് ലക്ഷങ്ങളും കോടികളും എടുക്കുന്നു. രേഖകൾ ഇങ്ങനെ മറ്റേ വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടിയുടെ കഥ പറഞ്ഞ പോലെ ആയിപ്പോയി, ഹസ്തരേഖയായിപ്പോയത്. കാരണം ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ അങ്ങനെയൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനൊരു വിവരം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഇത് സർക്കാർ ഒക്കെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകളിലാണ്. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസുമായി ബന്ധപ്പെട്ട റവന്യൂ മന്ത്രിയോട് ചോദിക്കാം, ഇങ്ങനെ പറയുന്ന അപകടമാണ്, ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ വസ്തുത, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെയാണല്ലോ വാർത്ത ചെയ്യേണ്ടത്, മുന്നേ അറിയാമല്ലോ. പക്ഷേ ഈ ഭാഗത്തേക്കൊന്നും സഞ്ചരിക്കാതെ ഏതോ കേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത മുന്നാലോചന പ്രകാരം വന്ന ആ കടലാസ് കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഉച്ചയോടെ വാർത്ത കൊടുക്കുകയാണ്. അതോടുകൂടി ഒരു വയനാട് ദുരന്തത്തിൽ ഒരു സർക്കാർ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പിടിച്ചു നിന്ന് അതിഗംഭീരമായി ഏത് ദുരന്തത്തെയും അതിജീവിക്കുന്ന ഒരു ജനതയാണ്, ശേഷിയാണ് കേരളത്തിനെന്ന് ലോകത്തിന് മുമ്പിൽ കാട്ടുമ്പോഴാണ് ഇങ്ങനെ വലിയ സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിക്കുന്നത്. അന്ന് ഉച്ചകാലത്ത് ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വാർത്ത ചെയ്യുന്ന സമയത്ത് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി വിളിക്കുകയാണ്, ശ്രീ രാജൻ വിളിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ശരത്തെ ഈ പോകുന്ന വാർത്ത തെറ്റാണ്, ചാനലുകൾ തെറ്റായി കളവായി വാർത്ത കൊടുക്കുന്നു, അതിങ്ങനെയാണ്, വസ്തുത ഇതല്ല. നിങ്ങൾ ഈ കലയുടെ പ്രവർത്തകരൊക്കെ ഒരുപാട് പേര് ഈ പൊതുപ്രവർത്തനം ചെയ്ത് പരിചയമുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും, നാട്ടിലൊക്കെ പോയി അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ പോലും നിങ്ങളൊക്കെ ഒരു വാർത്താക്കുറിപ്പ് തയ്യാറാക്കി പത്രസ്ഥാപനങ്ങളിലുമൊക്കെ ഏൽപ്പിക്കുമല്ലോ വാർത്ത വരാൻ വേണ്ടിയിട്ട്. എന്ന് പറയുന്ന പോലെ അത്ഭുതകരമായി കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങും പോലെ അവിടെ അറിയാവുന്ന മനുഷ്യരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ പ്രധാനപ്പെട്ട ആളുകളെ, എനിക്ക് ഉറപ്പാണ് എന്നെ ആദ്യം വിളിച്ചിട്ടുണ്ടാവില്ല, നോ ഡൗട്ട് എന്നെ ആദ്യം വിളിച്ചിട്ടുണ്ടാവില്ല. എന്നെ വിളിച്ചിട്ടുണ്ടാവുക മിക്കവാറും ഒരു 3-4 ഗതികെട്ട ശേഷമായിരിക്കും. മന്ത്രി രാജൻ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയാം, അദ്ദേഹം ഗതികെട്ട ശേഷം. കാരണം എല്ലാവരോടും ഈ വിവരം പറഞ്ഞ ശേഷവും കളവായ വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് തെറ്റാണ്, വസ്തുത ഇതല്ല. അപ്പം ഞാൻ പറഞ്ഞു, നോക്കിയിട്ട് അതിൻ്റെ വ്യക്തമായ വിവരം കൊടുക്കാം. നമ്മളൊരു 5 മിനിറ്റിനുള്ളിൽ ഇത് കളവാണ് മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഉത്തരവാദിത്തം പോകുന്ന പോക്കേ. മറ്റു മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ നമ്മുടെ സമയം ഉപയോഗിക്കേണ്ടി വരികയാണ്. പിന്നീട് കണ്ടവർക്കറിയാം, പിറ്റേന്ന് രാവിലെയൊക്കെ വന്ന് എല്ലാവരും വീതി കരയാൻ മുണ്ടൊക്കെ കൊടുത്തു വന്ന് കുറേ പേരൊക്കെ മാപ്പൊക്കെ പറഞ്ഞു, ഇല്ലേ? കുറേ പേര് കണ്ടില്ല എന്ന് നടിച്ചു.
പക്ഷേ ഇത് നിലവാരം ഇടിക്കുന്നുണ്ട്, വല്ലാതെ മാധ്യമങ്ങളുടെ നിലവാരത്തെ വല്ലാതെ ഇടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ദേശീയതല മാധ്യമങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഭരണത്തോട് കാണിച്ചുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ജനാധിപത്യത്തിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള തത്വത്തെ അവർ സാധൂകരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ 90% മാധ്യമങ്ങളും സർക്കാർ വിമർശകരാണ് എന്നതാണ് പൊതുവെ പറയുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നതും. എന്തുകൊണ്ടായിരിക്കും ഈ അൽഗോരിതം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അൽഗോരിതം TRP റേറ്റിംഗ് ഒക്കെ ഇതിനൊരു ഘടകമായിരിക്കുമോ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഈ ഒരു പ്രതിപക്ഷ നിലപാട് കൂടാൻ കാരണം? അല്ല, മുനീർ പറഞ്ഞത് അംഗീകരിച്ചാൽ ഈ അൽഗോരിതത്തെക്കുറിച്ച് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നവരെല്ലാം ഇതാണ് ആഗ്രഹിക്കുന്നതെന്നൊരു തോന്നൽ വരും. അവരെല്ലാം അങ്ങനെ ആഗ്രഹിക്കുന്നു, സർക്കാരിനെ പറയുന്നത് കേൾക്കാൻ ജനം ഇരിക്കുന്നു എന്ന നിലയിലൊരു വ്യാഖ്യാനം അതിനകത്ത് വരും. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് മുമ്പ് പറഞ്ഞ പോലെ മാനേജ്മെൻറ്റുകളുടെ താല്പര്യത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവുമായിരിക്കും. പൊടുന്നനവേ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും വലിയ സംശയം ഉണ്ടാകാം പലർക്കുമെങ്കിലും. തിരുവനന്തപുരത്ത് ആശാസമരം നടക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാമോ, പരിഹരിക്കണ്ടേ എന്ന് മാധ്യമ വാർത്തകളാൽ സ്വാധീനിക്കപ്പെട്ട് ചോദിക്കുന്ന മനുഷ്യരുണ്ടാവും. സംശയമൊന്നും വേണ്ട. ആശാ വർക്കർമാരെ സംബന്ധിച്ച് കേരളത്തിന് വലിയ ബഹുമാനം തന്നെയാണ്. കാരണം കോവിഡിൽ ലോകത്തെ ഏത് പ്രദേശത്തേക്കാളും മരണഭയമില്ലാതെ വളരെ ശക്തമായി സമാധാനത്തോടെ ജീവിക്കാൻ കഴിഞ്ഞൊരു നാട് തന്നെയാണ് കേരളം. ഒരു സംശയവും വേണ്ട. ഞാൻ ഇതിനിടയിൽ ന്യൂയോർക്കിലൊരു സമ്മേളനത്തിൽ പോയപ്പോൾ ഞാനൊരു മലയാളി എന്നുള്ള നില അഭിമാനത്തോടെ ഞാൻ അവരോട് പറഞ്ഞു, അവിടെയൊക്കെ മനുഷ്യർ എത്ര പേര് മരിച്ചു നിന്നും കണക്കില്ല. ന്യൂയോർക്കിലൊന്നും കണക്കില്ല എന്ന് വെച്ചാൽ അവർക്ക് കണക്കില്ലാഞ്ഞിട്ടില്ല, അവർ കണക്കുകൾ പുറത്തോട്ട് വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അന്ന് മലയാളികൾ പോലും പറഞ്ഞത് ഒരു ഹോസ്പിറ്റലിൽ ഒരു ബെഡ് കിട്ടാൻ വേണ്ടിയിട്ട് നഴ്സിംഗ് ജോലി ചെയ്യുന്ന ആളുകൾ പോലും ആംബുലൻസിൽ കറങ്ങുകയാണ്. ബെഡ് കിട്ടാനില്ല. ഡൽഹിയിൽ നിന്ന് നമ്മളെ വിളിച്ച് മലയാളി സുഹൃത്തുക്കൾ ഒരു ഓക്സിജൻ സിലിണ്ടർ സംഘടിപ്പിച്ച് തരാമെന്ന് ചോദിച്ചവരുണ്ട്. ആ സമയത്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വൈകുന്നേരം ഇരുന്ന് പറയുകയാണ്, ചവറ KMMൽ നമ്മൾ ഇത്ര ഗ്യാസ് സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടർ റെഡിയാക്കി വെച്ചിരിക്കുന്നു, നമ്മൾ ഇത്ര ബെഡ് റെഡിയാക്കിയിരിക്കുന്നു, കാസർഗോഡ് ടാറ്റയുടെ താൽക്കാലിക ആശുപത്രി വരുന്നു, ഓരോ സ്ഥലത്തുമുള്ള സംവിധാനങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞു. അതിൽ ആശാവർക്കർമാരുടെ ഒരു വലിയ റോളും കൂടി ഉണ്ട്. അവരെ ഫീൽഡ് വർക്കിൽ അവർ വലിയ തോതിൽ സഹായിച്ചു. അവർക്ക് ആദ്യം കിട്ടിയിരുന്ന, ഓർക്കേണ്ടത് അവർ തൊഴിലാളികളല്ല, അത് കേന്ദ്ര സ്കീമാണ്. അതിൽ ഇവർ സന്നദ്ധ പ്രവർത്തകരാണ്. അതിൽ വരുന്ന 26,000 മനുഷ്യർ മാത്രമാണ് കേരളത്തിലെ ആശാവർക്കർമാർ. 10 ലക്ഷം ആശാവർക്കർമാർ രാജ്യത്തുണ്ട്. 26,000 പേരുടെ മാത്രം തൊഴിലാളിയാക്കാൻ കേരളത്തിന് കഴിയുമോ? ഒരു കേന്ദ്ര സ്കീമിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന 10 ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാരെ തൊഴിലാളിയാക്കേണ്ടത് ആര്, പ്രഖ്യാപിക്കേണ്ടത് ആര്? ഈ ചോദ്യം ആര് ചോദിക്കുന്നു? എന്നിട്ടും കേന്ദ്രമന്ത്രി അവിശ്വസനീയമാം വിധം സുഖകരമായ സമരപ്പന്തലിൽ വന്ന് പോകുന്ന കണ്ടില്ലേ? സമരം ചെയ്യുന്ന ആളുകൾ ചോദിക്കുന്നില്ലല്ലോ, അവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഇത് എന്നിട്ട് വൈകാരികമായി സമരത്തെ ചിത്രീകരിക്കുകയാണ്. നിശ്ചയമായി അത് ചെയ്തോട്ടെ. പക്ഷേ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഉള്ളടക്കത്തിൽ വസ്തുതകൾ കൂടി ജനങ്ങളോട് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPO സമരം, ഏതാണ്ട് 60% ആളുകളെ നിയമിച്ച 3 വർഷം കഴിഞ്ഞ ഒരു റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ അവസാനം. ഏതാണ്ട് 60% താഴെ ആളുകളെ ആ റാങ്ക് ലിസ്റ്റിന് എടുത്തു കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് പൂർണ്ണമായും ആളുകൾക്ക് നിയമനം കിട്ടില്ല എന്നുള്ളതറിയാം. നമ്മളൊരു കോളേജ് അഡ്മിഷൻ ഒരു റാങ്ക് ലിസ്റ്റ് ഇടുന്നു. ആ റാങ്ക് ലിസ്റ്റ് വന്ന മുഴുവൻ മനുഷ്യർക്കും കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടും. നമ്മളിങ്ങനെ ആദ്യമോടെ പോയി നിൽക്കില്ലേ, നമ്മുടെ സ്പേസ് എവിടെയാണ്, അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കിട്ടും. അങ്ങനെയല്ലേ മുന്നീർ? മനസ്സിലാവുന്നില്ലേ? മുന്നീർ എവിടെയോ ശ്രദ്ധിക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? പക്ഷെ അങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ആ സമരം ചെയ്ത ആളുകളോട് പ്രമുഖരായ മാധ്യമപ്രവർത്തകർ തന്നെ ചോദിച്ചു, ഈ അവസാനം ഈ സമരം ചെയ്യുന്നവരുടെ റാങ്ക് ലിസ്റ്റിലെ നമ്പർ എത്ര എന്ന് ചോദിക്കുന്ന ഒരു സാമാന്യ ചോദ്യം പോലും ചോദിക്കാൻ മാധ്യമപ്രവർത്തകർ തയ്യാറാകുന്നില്ല. ഇങ്ങനെ വൈകാരികമായി പ്രശ്നത്തെ കാണുക, ഉള്ളടക്കത്തിലേക്ക് പോകാതിരിക്കുക, നിലവാര തകർച്ചയുണ്ടെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടേയിരിക്കുക, സമൂഹ മാധ്യമങ്ങളുടെ വിമർശനം നേരിടുക. ഈ ഒരു പ്രശ്നം ഞങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇപ്പോൾ അൽഗോരിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജനങ്ങൾക്കൊരു നെഗറ്റീവ് വാർത്തയോടുള്ള ഒരു ആഭിമുഖ്യം അങ്ങനെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം അത്തരം വാർത്തകളിൽ കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അതുകൊണ്ടായിരിക്കില്ല ഇത്തരം മാധ്യമങ്ങളുടെ ആ രീതിയിലുള്ള പ്രത്യേകിച്ച് TRP റേറ്റിംഗ് ഒക്കെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അത്തരം വാർത്തകളാണ് കൂടുതലായിട്ട് ആഘോഷിക്കപ്പെടുന്നത്, ദുരന്ത വാർത്തകൾ, നെഗറ്റീവ് വാർത്തകൾ. അല്ല, പലതിനെയും പല രൂപത്തിൽ കാണണം. എങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖം തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഘട്ടം വരുമ്പോൾ മാധ്യമങ്ങൾ കാര്യമായി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വളരെ പോസിറ്റീവായ കാര്യങ്ങളെ സമീപിക്കുന്നുണ്ട്, അത് കാണാനും ആളുണ്ട്. പക്ഷേ ക്രൈമിനോട് ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, രാത്രി 10:00-ക്കും 11 മണിക്കും ക്രൈം വാർത്തകൾ കണ്ടിട്ട് സുഖകരമായി പോയി കിടന്നുറങ്ങുന്നതാണ് മലയാളി. ക്രൈം വാർത്തകൾ കണ്ടിട്ട് ചാനലുകളിൽ എപ്പോഴാണ് ക്രൈം വാർത്ത? 10:30 മണിക്ക്.
അങ്ങനെ നമ്മളൊരു ടേസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അത് കണ്ടിട്ട് പോയി കിടന്നുറങ്ങാൻ മനുഷ്യന് പറ്റുന്നു. കാരണം ക്രൈമിൻ്റെയൊക്കെ ഒരു അവസ്ഥ ആലോചിക്കാമല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വളയത്തിനകത്തേക്ക് ആളുകളെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, പ്രശ്നമുണ്ട്. പക്ഷേ ആളുകൾക്ക് ആ ധാരണയാണ് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇതേ ഒരു സെൻസേഷണൽ സിറ്റുവേഷൻ 2021 രൂപപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷേ അത് വർക്കൗട്ട് ആയിട്ടില്ല. മാധ്യമങ്ങൾ അജണ്ട നിശ്ചയിച്ചു, പക്ഷേ ജനങ്ങൾ ആ അജണ്ട സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. മുൻകാലത്ത് പറയും ചാരായ നിരോധനം നടത്തി ഒരു തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കാമെന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ A.K. ആൻ്റണി വലിയ തോതിൽ വിശ്വസിച്ചു. വലിയ പ്രചാരണം അന്നത്തെ മാധ്യമ ലോകത്ത് നിന്ന് കിട്ടുകയും ചെയ്തു. പക്ഷേ റിസൾട്ട് എന്തായിരുന്നു? മാധ്യമങ്ങൾ ആ അജണ്ടയല്ല സ്വീകരിച്ചത്. അപ്പോൾ മാധ്യമങ്ങളെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ട്, എത്രമാത്രം വസ്തുതയില്ലായ്മയുണ്ട് എന്ന് വിലയിരുത്താൻ കഴിയുന്ന നല്ല ശേഷി ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളം പലപ്പോഴും ഈ മാധ്യമ ചതികുഴികളിൽ വീഴാതെ പോകുന്നത്. നമ്മളെ ഒരുപാട് മാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് സംശയങ്ങളുണ്ട്. ശരത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുമുണ്ട്. അപ്പം ഞാൻ മാത്രം ഇങ്ങനെ ചോദിച്ച് ഏകദേശം സമയം കഴിയാറായിരിക്കുന്നു. സംഘാടകർ സമയം ഏതാണ്ട് അവസാനിക്കുന്നു എന്നുള്ള ഒരു സൂചനയും തന്നിരുന്നു. ഏതായാലും കുറച്ച് സമയം നമുക്ക് മുമ്പിലിരിക്കുന്ന ഡെലിഗേറ്റ്സിന് കൂടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു അവസരമാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചോദ്യം ചോദിക്കുക. വളണ്ടിയേഴ്സ് മൈക്ക് കൊണ്ടുത്തരുന്നതായിരിക്കും. നമസ്കാരം. കൊല്ലണ്ട, ഇല്ല, ചെറുതായി നോവിക്കുന്നേ ഉള്ളൂ. ചുമ്മാ പറഞ്ഞ കേട്ടോ. ചോദിക്കാനുള്ള വർഷങ്ങൾക്ക് മുമ്പ് MTയുടെ തിരക്കഥയിൽ ഇറങ്ങിയ പഞ്ചാഗ്നി എന്ന സിനിമയിൽ ഒരു പത്രപ്രവർത്തകനുണ്ട്, റഷീദ് മോഹൻലാലിന്. അപ്പോൾ അതിൽ ഇന്ദിര എന്ന കഥാപാത്രം റഷീദിനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. പറയുന്നത് മുഴുവൻ സത്യമായിരിക്കണം, എന്നാൽ സത്യം മുഴുവൻ പറയണമെന്നില്ലല്ലോ. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പോകുന്നത് എന്നൊരു സംശയമുണ്ട്. 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഏത് ന്യൂസിൻ്റെ പിറകിലും അത് ട്രോള് ചെയ്യപ്പെടാവുന്ന രീതിയിലുള്ള കണ്ടൻറ്റിലാണ് ഇറങ്ങുന്നത്. ഒരു ഉദാഹരണം പറയാം. സംസ്ഥാന BJP അധ്യക്ഷൻ മാറുകയും രാജീവ് ചന്ദ്രശേഖർ വരികയും ചെയ്തപ്പോൾ ആ ന്യൂസ് വന്നതിൻ്റെ തൊട്ടടുത്ത കോളത്തിൽ മാതൃഭൂമിയിൽ വന്നത് ഇനി മുതൽ ഉള്ളിക്ക് വില കുറയുന്നതാണ്. അപ്പോൾ കൃത്യമാണ്, അത് ട്രോൾ ചെയ്യപ്പെടുകയും അതിൻ്റെ ആ രാജീവ് ചന്ദ്രശേഖർ പോലത്തെ ഒരാൾ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള ചർച്ച മാറുകയും വേറൊരു രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേറൊരു കാര്യമാണുള്ളത്. സുനീത വില്യം ഒരുപാട് അനിശ്ചിതത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ അതിൻ്റെ പിറ്റേന്ന് വരുന്ന നമ്മുടെ മാധ്യമങ്ങൾ സുനീത വില്യംസിന് ഇഷ്ടം പിസ്സ എന്നാണ്. പക്ഷേ ഈ ട്രോളിന് ആസ്പദമായിട്ടുള്ള സാധനം വരുമ്പോൾ തന്നെ ദിവസം നടന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഗാസയിലെ ആക്രമണത്തിൽ 420 പേര് കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് സൈഡ് വൽക്കരിക്കപ്പെട്ടു. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ കണ്ടന്റ് ആരാണ് നിശ്ചയിക്കുന്നത്? അല്ല, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ മാധ്യമ സ്ഥാപനങ്ങളുടെ അഭിരുചിക്കനുസരിച്ചാണ് എഴുതുന്നത്. ഇപ്പോൾ സുനിത വില്യംസിൻ്റെ കാര്യത്തിലൊക്കെ ആരാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. ഇപ്പോൾ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ വന്നാൽ അവർ ഉടുത്ത സാരിയെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ ഓരോ തവണയും ബജറ്റിൽ അവർ ഉടുത്തു വന്ന സാരികളെക്കുറിച്ച് പറയുക. അത് ചില മാധ്യമങ്ങളുടെ ഒരു ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻസേഷണൽ വാർത്ത വന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ രേഖാചിത്രം അവതരിപ്പിക്കുക, അങ്ങനെ ആളുകളുടെ ആകാംക്ഷ, വായനക്കാരൻ്റെ ആകാംക്ഷ കൂട്ടുക. അത് ഓരോരുത്തരുടെ രീതിയാണ്. പൊളിറ്റിക്കൽ സറ്റയർ ഡിഫറൻ്റാണ്. ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറയുന്നത് വാർത്തയും ഇതിനെയും രണ്ടായി തന്നെ കാണുക എന്നാണ് ഞാനതിൽ പറയുക. അതിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുഖം കാണുമ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഉള്ളിയുടെ ഡിമാൻഡ് കുറഞ്ഞല്ലോ എന്ന് ചോദിക്കാൻ തോന്നുന്നത് ആസ്വദിക്കാനാണ് ഞാൻ പറയുക. അതിന് വാർത്തയെയും വാർത്താനുബന്ധമായ ഇത്തരം സറ്റയറിനെയും രണ്ടായി തന്നെ കാണുക. ചോദ്യം. എൻ്റെ പേര് ജയകുമാർ. താങ്കളെ നേരിട്ട് കണ്ട സന്തോഷം. ചോദിക്കാനുള്ളത് ഇപ്പം താങ്കൾ തന്നെ ഇവിടെ ഒരു ചർച്ചയെ പറഞ്ഞു, കാശ്മീരിൽ നടന്ന ആ സംഭവം വർഗീയവൽക്കരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ വർഗീയവൽക്കരിക്കുന്നു എന്നുള്ളത് മാധ്യമ പ്രവർത്തകരല്ല ചെയ്യുന്നത്. കാരണം മാധ്യമത്തിലൂടെ മാത്രമാണ് ജനങ്ങൾ ഇതറിയുന്നത്, ഇത് വർഗീയവൽക്കരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർഗീയവൽക്കരണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ ഈ സമൂഹത്തോട്, അതായത് താങ്കൾ അടങ്ങുന്ന ഈ ഒരു മാധ്യമപ്രവർത്തക സംഘം ഈ ഒരു വർഗീയവൽക്കരണം ഇത്രമേൽ പ്രചരിപ്പിക്കുന്നത് ഈ സമൂഹത്തോട് കാണിക്കുന്ന ഒരു തിന്മയല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്കുള്ളത്.
മാധ്യമപ്രവർത്തകർ അതെ, ആ വിമർശനം അതുകൊണ്ട് തന്നെയാണ് ആ വിമർശനം വരുന്നത്. ഒന്ന്, താങ്കൾ പറഞ്ഞതിൽ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വർഗീയത ഉണ്ടാക്കുന്നില്ല. രാജ്യത്ത് വർഗീയത പടർത്താനും പരത്താനും ആ ആശയസംഹിത ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ശക്തമായി, രാഷ്ട്രീയ അന്തരീക്ഷം നിൽക്കുകയാണ്. അതിനെ മാധ്യമങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ആ രീതി സ്വീകരിക്കുമ്പോൾ വിമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അതുകൊണ്ട് കേരളത്തിൽ കൂടുതലായ കാര്യങ്ങൾ വിമർശിക്കുന്നുണ്ട്. വർഗീയത പരത്തുന്ന വിധത്തിലേക്ക് വർഗീയതയെ എഡിറ്റോറിയലൈസ് ചെയ്യുന്ന വർഗീയ താല്പര്യങ്ങളുള്ള മാനേജ്മെൻറ്റുകൾ കേരളത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ടല്ലോ കേരളത്തിൽ, ഞാൻ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, വളരെ കൃത്യമായി ഹിന്ദുത്വ തീവ്രവാദത്തെയും അല്ലെങ്കിൽ ഹിന്ദുത്വ വർഗീയതയെയും ഇസ്ലാമിക തീവ്രവാദത്തെയും ആ ഇരു വർഗീയതയും ഒരുപോലെ പ്രതിനിധാനം ചെയ്യുന്ന മാനേജ്മെൻറ്റുകൾ, മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്ന നാടാണ് കേരളം. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാവും അതിനെ വിമർശിക്കുക, അതിനെ പ്രതിരോധിക്കുക, അതിനെ എതിർക്കുക എന്ന് പറയുന്നതും പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് കുറേയൊക്കെ ചെയ്തു വരുന്നുണ്ട് കേരളം. ശ്രീ ശരത്തിനോടൊരു ചെറിയ ചോദ്യമാണ്. ഈ അടുത്ത കാലത്ത് ഒരു ദൃശ്യമാധ്യമ രംഗത്തെ ഒരു അവതാരകൻ കോടതി വരാന്തയിലേക്ക് ഓടിക്കയറുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഇത്തരം നിരുത്തരവാദപരമായ പ്രതികരണങ്ങൾ നടത്തുന്ന അവതാരങ്ങളെ നിയമവഴിയിൽ കൂടി നേരിടുന്നതാണോ അതോ സോഷ്യൽ മീഡിയ വഴി അവരെ തുറന്നു കാണിക്കുന്നതാണോ? ഏതായിരിക്കും ശരത്തിന്? കോടതി വിളിച്ചാൽ പോണ്ടേ? കോടതി വിളിച്ചു, ആ മാധ്യമ പ്രവർത്തകൻ പോയി, അത് ആരൊക്കെയോ ചിത്രീകരിച്ചു, സമൂഹ മാധ്യമങ്ങൾ അത് ചർച്ചയായി. പക്ഷേ അങ്ങനെ ആ രീതികൾ വാർത്താവതാരകരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. അതിൽ ആ വിഷയം അത് തുറന്നു തന്നെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അതിൽ അരുൺകുമാർ, അഡ്വക്കേറ്റ് അരുൺകുമാർ എന്ന് പറയുന്ന CPM-ൻ്റെ പ്രതിനിധിയാണ് അന്ന് ചർച്ചയിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താവതാരകൻ്റെ സ്ഥാപനം വലിയ തോതിൽ പ്രതിക്കൂട്ടിലാവുന്ന ഒരു ഗുരുതരമായ ആരോപണം അരുണിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതി. വൈകിട്ട് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ വളരെ വൈകാരികമായി അല്ലെങ്കിൽ വളരെ മുൻവിധികളോടെ വാർത്താവതാരകൻ അരുണിനോട് സംസാരിച്ചു. അരുണിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അരുണിന് വലിയ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അപകീർത്തിപ്പെടുത്തും വിധത്തിലേക്ക് പെരുമാറി. അങ്ങനെ പലരും അദ്ദേഹത്തെ വിളിച്ചത് പറഞ്ഞു. കാരണം അദ്ദേഹം നല്ലൊരു അഭിഭാഷകൻ കൂടിയാണ്. അങ്ങനെ ആണ് അദ്ദേഹം അങ്ങനെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് അവിടെ ചെന്ന ഒരു അതിഥി ആദ്യമായി ഒരു വാർത്താ അവതാരകനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നത്. അങ്ങനെ വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസിന് മറുപടി വന്നെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അരുൺ ആ നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോയി. അരുൺ തന്നെ പറയുന്നത് ഇന്ത്യയുടെ ദൃശ്യമാധ്യമ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി ചർച്ചയ്ക്ക് ക്ഷണിച്ച് അവിടെ ചെന്ന ഒരു അതിഥി വാർത്താ അവതാരകനെതിരെ കേസ് കൊടുത്ത് അവതാരകൻ കോടതി കയറുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമായി അത് മാറി. ഒരുപക്ഷെ നാളത്തെ ഇനി അങ്ങോട്ട് വരുന്ന നീതിന്യായ വ്യവസ്ഥകളിൽ ആ കേസൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇതാണ് അതിനകത്ത് സംഭവിച്ച കാര്യം. അത് സമൂഹ മാധ്യമം വലിയ തോതിൽ ചർച്ച ചെയ്തു. മാധ്യമങ്ങളിലുമൊക്കെ ഒരു പരിധിവരെ, മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാവരും ഒന്നും കാര്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ടാവില്ല. സ്വാഭാവികമായി ഇത് പ്രതീക്ഷിക്കേണ്ടതുമില്ല. എങ്കിലും ചർച്ച ചെയ്തവരോ പരിഗണിച്ചവരോ ഒക്കെ ഉണ്ട് ഈ നാട്ടിൽ, കേട്ടോ. അല്ലാതെ മാധ്യമപ്രവർത്തകരെ കോടതി കയറുന്ന സാഹചര്യങ്ങൾ സാധാരണയാണ് അല്ലേ? വാർത്തകൾ കൊടുത്തിട്ട് പൊതുവെ, പ്രത്യേകിച്ച് എഡിറ്റർമാർ. കേട്ടില്ല, ഒന്നുകൂടെ പറയാം. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഈ ചർച്ചയല്ലാതെ കോടതി കയറുന്ന സാഹചര്യങ്ങൾ എഡിറ്റർമാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമല്ലേ? ഉറപ്പല്ലേ? അതിപ്പോഴും തലയ്ക്ക് മീതെ നിൽക്കുന്നൊരു വാളാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ മറുപടി കൊടുക്കും. അത് ചിലത് കേസാവും. സങ്കടം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ നല്ല ബോധ്യത്തോടു കൂടി തന്നെ ചെയ്യണം എന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുകയും, ഞാൻ മുമ്പ് മാപ്പ് പറഞ്ഞ വാർത്തകൾ പിൻവലിക്കേണ്ടി വന്ന ഒരു സാഹചര്യം പറയുമ്പോൾ എനിക്ക് എൻ്റെ മാധ്യമ സ്ഥാപനത്തെക്കുറിച്ച് പറയാവുന്നത്, ഞങ്ങൾ ചെയ്ത വാർത്തകളിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നിലും ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് പിൻവലിയേണ്ടി വന്നിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പരമാവധി ക്രോസ് ചെക്ക് ചെയ്യും. പിന്നെ ദൃശ്യമാധ്യമം എന്ന് പറഞ്ഞാൽ ഓരോ മിനിറ്റിലും ഇപ്പോൾ ആളുകൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് അതേ നിമിഷം വാർത്ത ജനിക്കുകയാണ്, അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് എത്തിക്കുകയാണ്. പത്രങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് സമയമുണ്ട്, ഇത് കേട്ട് ലീഡ് ഫിക്സ് ചെയ്യാം, അതിൻ്റെതായ സമയമുണ്ട്. ദൃശ്യമാധ്യമങ്ങൾ അങ്ങനെയില്ല. എഡിറ്റർ എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം മാത്രം. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ഒരു അവതാരകനോ അവതാരകയോ അല്ലെങ്കിൽ അപ്പോൾ വാർത്ത കൈകാര്യം ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടറോ തന്നെയാണ് എഡിറ്റർ. അവർക്കതിൻ്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം ബോധ്യപ്പെടണം, അതിൽ നിന്ന് വാർത്തയിലേക്ക് പോകണം. അപ്പോൾ കുറേ കൂടി ഉള്ളടക്കം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ ഇതിലേക്ക് ചുരുങ്ങിപ്പോകരുത്. നമ്മൾ ചെയ്യുന്നതിന് കണ്ടൻറ് ഉണ്ടാവണം എന്ന് ഏറെക്കുറെ പറയണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും പേരിരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് എനിക്ക് പറയാം, ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, വലിയ തോതിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞത് പിൻവലിക്കേണ്ടതായി വരുന്ന സാഹചര്യം വളരെ കുറവാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ കൈരളി മാത്രം ജോലി ചെയ്ത ആളല്ല മുനീറിന് അങ്ങനെ ഒരു ധാരണ വേണ്ട കേട്ടോ. ഇപ്പം ഞാൻ വേറെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. പണ്ട് ഞാനൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് ഞങ്ങളടക്കം വന്ന്
ഒരു ദിവസം രാവിലെ ഒരു പാവം മനുഷ്യനെ വലിയ കള്ളനായി ചിത്രീകരിച്ചത്, ഓമനക്കുട്ടനെ ഓർമ്മയുണ്ടാവും, ചേർത്തലയിൽ. അപ്പോൾ എല്ലാ മാധ്യമങ്ങളും അങ്ങനെ ചെയ്തു. അതായത് വലിയ പ്രളയത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ആ മനുഷ്യൻ്റെ കയ്യിൽ പണമില്ലാതിരുന്നു. അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന ആളുടെ നിന്ന് കുറച്ച് ചില്ലറ പൈസ വാങ്ങിച്ചു, ഓട്ടോയ്ക്ക് കൊടുത്തു, സെറ്റിൽ ചെയ്ത് വിട്ടു. അതോടുകൂടി ക്യാമ്പിൽ കയറി പിരിവ് നടത്തിയ ആളായി മാറി. നിർഭാഗ്യവശാൽ അദ്ദേഹം ആ പ്രദേശത്തെ CPIM കാരനായിട്ടുള്ളൊരു പൊതുപ്രവർത്തകനായിരുന്നു. അതോടുകൂടി മാധ്യമങ്ങളുടെ ധാർമ്മിക രോഷം വല്ലാതെ പുറത്തു വന്നു. എല്ലാവരും കൂടി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചു. പക്ഷേ വസ്തുത പുറകെ വന്നു. പക്ഷേ വന്നപ്പോൾ പലരും കണ്ടില്ല എന്ന് നടിച്ച് ആ വാർത്ത വിസ്മരിച്ചു പോയി. ഇങ്ങനൊരു തിരുത്തുണ്ട് എന്ന് പറയാൻ തയ്യാറായില്ല. പക്ഷേ ഞാൻ അന്ന് ജോലി ചെയ്ത സ്ഥാപനം, അത് അന്നത്തെ എഡിറ്റോറിയൽ ടീമിൻ്റെ ഭാഗമായിരുന്നു ഞാൻ. അന്നത്തെ എൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ആ വാർത്തയെ തുടർന്ന് പറഞ്ഞ ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെയാണ്, ചിലപ്പോൾ സംഭവിച്ചാൽ അത് നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു ജാഗ്രത മാധ്യമങ്ങൾക്ക് വേണം. കണ്ണുപൊട്ടുന്ന കളവുകളും ഒരു രേഖയുമില്ലാത്ത കാര്യങ്ങൾ വെച്ച് വാർത്ത ചെയ്യാതിരിക്കുക, അത് കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ വിമർശനം വരുന്നത്. ഇനി ഒരു ചോദ്യമുള്ളത്, ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ കറക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങളാണ്. പക്ഷെ നമുക്ക് ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഭരണവർഗത്തിൻ്റെ കൊള്ളുത്താരാണ്. അപ്പോൾ അവിടെ പുതിയതായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, ജനങ്ങൾ കൂടുതൽ വാർത്തകൾ സ്വീകരിക്കുന്നത് കൊമേഡിയൻസിൽ നിന്നാണ്. കുനാൽ കമറയെ പോലെയുള്ള കൊമേഡിയൻസ്, ദുർവ്രാത്രിയെ പോലെയുള്ള ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ യഥാർത്ഥ കൊമേഡിയന്മാരായി മാറുന്നത് ആരാണ്? അപ്പോൾ എൻ്റെ ചോദ്യത്തിലേക്ക് വരട്ടെ ശ്രീ ശരത്. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, കുനാൽ കമറയെ പോലെ ഒരാൾക്ക് അദ്ദേഹം ഒരു കോമഡി ഷോ നടത്തിയതിന് ശേഷം എനിക്ക് ഈ ഭരണ സംവിധാനത്തിനെ വിമർശിക്കാൻ സാധിക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉയർത്തി കാണിക്കേണ്ടി വരുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. അതായത് എനിക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട് എന്ന് പറയാനായിട്ട് ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുന്നത് പറയുമ്പോൾ മാധ്യമങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? മാധ്യമധർമ്മങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് താങ്കൾ ഇപ്പോഴത്തെ മാധ്യമങ്ങളെ വിലയിരുത്തുന്നത്? നമുക്ക് യഥാർത്ഥമായിട്ടുള്ളൊരു തിരുത്തൽ ശക്തിയിൽ നിന്ന് മാധ്യമങ്ങൾ വളരെയേറെ വ്യതിചലിച്ചു എന്നുള്ളതാണ് സാമാന്യമായിട്ടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട്. അതിനെപ്പറ്റി താങ്കളുടെ ഒരു അഭിപ്രായത്തെക്കുറിച്ചാണ്. ഈ ദേശീയ മാധ്യമങ്ങൾ ഈ നിലയിൽ വിമർശിക്കപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. കാരണം രാജ്യം മോദി ഭരിക്കാൻ തുടങ്ങിയിട്ട് 3-ാം ഊഴമാണ്. അപ്പോൾ അത്രയും തന്നെ അതിനൊരു പഴക്കമുണ്ട്. അവിടെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന് പോലും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. അതൊരു കോമഡി പ്രവർത്തനമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത്, മുമ്പ് പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരെ നിങ്ങളടക്കം, സാംസ്കാരിക പ്രവർത്തകരെ, പൊതുപ്രവർത്തകരെ നിങ്ങളടക്കം ഏറ്റെടുക്കേണ്ട പണിയാണിത് എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയം അതിനകത്തുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾക്ക് ഭരണഘടനയെ കയ്യിൽ പിടിച്ചു പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതൊരു വലിയ ചോദ്യമാണ്. ആ നിലയിലേക്ക് രാജ്യം മാറി എന്നുള്ള, ആ അവസ്ഥയിലേക്ക് രാജ്യം എത്തപ്പെട്ടു എന്നുള്ള ഒരു വലിയ ദുഃഖകരമായ, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെയാണ് നമ്മളിന്ന് ജീവിച്ചു പോകുന്നത്. അതിൻ്റെ ഒരു അവസ്ഥ കേരളത്തിലെ മാധ്യമങ്ങളെയും വലിയ തോതിൽ സ്വാധീനിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാറ്റങ്ങൾ ആ നിലയിൽ കാണുന്നുണ്ട് എന്നതുകൂടിയാണ്. തുടക്കകാലത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കേരളം ഭിന്നമാണ് എന്ന്. പക്ഷേ ഇപ്പോൾ അത് മാറി. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും ആ നിലയിൽ, അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നാണ്, സ്ഥാപനങ്ങളുടെ ഭാഗമായി നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകരും ആ നിലയിലേക്ക് രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത്. നേരത്തെ മുനീർ പറഞ്ഞൊരു കാര്യമുണ്ട്, സർക്കാർ വിമർശനം എന്ന്. സർക്കാരിനെ വിമർശിക്കാനുള്ളത് തന്നെയാണ് മാധ്യമങ്ങളുടെ ജോലി, അത് തന്നെയാണ്, ഒരു സംശയം വേണ്ട മുനീറെ. പക്ഷേ വിമർശനം എന്നതിനപ്പുറത്തേക്ക് അധിക്ഷേപവും വാസ്തവ വിരുദ്ധവുമായി മാറുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അവിടെയാണ് ഏത് ഭരണാധികാരിക്കാണ്, ഏത് രാഷ്ട്രീയ നേതാവിനാണ് വിമർശനത്തെ ഭയം? അവരതിലും വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് എത്രയെല്ലാം വെല്ലുവിളികളെ നേരിട്ടവരാണ്. അത് പ്രശ്നമല്ല. പക്ഷേ മാധ്യമങ്ങൾ അവരുടെ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചിട്ട് തങ്ങൾ നടത്തുന്ന വിമർശനമാണ് എന്ന ധാരണയോടെ വേറെ രീതിയിലേക്ക് മാറുക, അത് ഏത് സമൂഹം അംഗീകരിക്കും, ചോദ്യം ചെയ്യും? അത് കേരളത്തിൽ നിരന്തരം നടന്നു വരുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അത് കേരളത്തെക്കാൾ കൂടുതൽ അതിശക്തമായി നടക്കുന്ന പ്രവാസി സമൂഹത്തിനിടയിലാണ് കേട്ടോ. ഏറ്റവും ശക്തമായി വാർത്തയെ വളരെ കാര്യമായി ശ്രദ്ധിക്കുകയും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ തോതിൽ പ്രവാസി മലയാളികളാണ്. ആ നിലയിലുള്ള പ്രവാസി സമൂഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നാടിനോടുള്ളൊരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ്, ഒരു ജനാധിപത്യത്തോടുള്ളൊരു താല്പര്യം, അത് വലിയ തോതിൽ ബിഗ് സല്യൂട്ട് തന്നെയാണ്. താങ്ക് യു. നമുക്ക് സമയം കഴിയാറായിരിക്കുന്നു. ആർക്കെങ്കിലും ഒരു ചോദ്യം കൂടെ നമുക്ക്? ഓക്കെ, അർഷൻ സാർ, നല്ല നമസ്കാരം. എൻ്റെ നാട്ടിൽ ഒരു മാധവേട്ടൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ട്. ഞാൻ പെട്ടെന്ന് ചോദ്യത്തിലേക്ക് കിടക്കാം. അദ്ദേഹം തൊട്ടടുത്ത് തന്നെ കഞ്ചാവ് വിൽപ്പനയിൽ പൈസ ഉണ്ടാക്കിയ ഒരു ആളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് പോകില്ല എന്ന് മാധവേട്ടൻ ഉറപ്പിച്ച് പറയുന്നത്. ഒരിക്കലും ജോലിക്ക് പോയില്ല, അയാളെ സഹായം നേടിയില്ല.
24 മണിക്കൂറും ധാർമ്മിക മൂല്യത്തെ പറ്റി പറയുന്ന പത്രപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ഈ ധാർമ്മിക ബോധം വേണ്ടേ? ഇന്നലെ വരെ കണ്ട ഒരു ചാനലിൽ വാദോരാതെ വർഗീയതക്കെതിരെ പറയും, അത് കേട്ടൊക്കെ ഞങ്ങൾ വാപൊളിച്ച് നിൽക്കുകയും ചെയ്ത അതേ മാധ്യമപ്രവർത്തകൻ പിറ്റേന്നൊരു ദിവസം മറ്റേ ചാനലിൽ കിടന്നിട്ട് വർഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നത് കേൾക്കുമ്പോൾ ഇത്തരം മാധ്യമപ്രവർത്തനം ആണോ ഒരു ജോലിക്ക് ഉചിതം, അല്ലെങ്കിൽ അത് പത്രപ്രവർത്തകനും ബാധ്യത അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. തൊഴിലല്ലേ? ഉത്തരം പറഞ്ഞോ? കഴിഞ്ഞു. അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കരുത് എന്നാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തനം ആ നിലയിലേക്ക് കേവലം തൊഴിൽ മാത്രമായി ചുരുങ്ങിപ്പോയൊരു കാലം കൂടിയാണ്. അതുകൊണ്ടാണ് അതിനപ്പുറം അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഏതായാലും കേരളത്തിലെ മാധ്യമരംഗം അതിൻ്റെ സാക്ഷരത, സാമൂഹ്യ ബോധം, പ്രാദേശിക സവിശേഷതകൾ എന്നിവയിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ. സെൻസേഷണലിസം, ഡിജിറ്റൽ മാധ്യമങ്ങളുടെ അരാജകത്വം, ഉടമസ്ഥതയുടെ സ്വാധീനം തുടങ്ങിയ വെല്ലുവിളികൾ നേരിടാൻ ഉത്തരവാദിത്ത ബോധമുള്ള റിപ്പോർട്ടിംഗ്, സ്വതന്ത്രമായ എഡിറ്റോറിയൽ നയം, പ്രേക്ഷകരുടെ മാധ്യമ സാക്ഷരത എന്നിവ അത്യാവശ്യമാണ്. വാർത്ത ഒരു ഉൽപ്പന്നമല്ല, ഒരു സേവനമാണെന്ന ധാരണയിൽ നിന്നാണ് നമുക്കൊരു യഥാർത്ഥ ജനാധിപത്യ മാധ്യമ സംവിധാനം രൂപീകരിക്കാനാവുക എന്ന് ഈ ഒരു സെഷനിലൂടെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇത്രയും നേരം നമ്മോടുകൂടെ സംവദിച്ച ശരത് ചന്ദ്രന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. ഇവിടെ നമ്മുടെ സംസാരം ശ്രമിക്കാൻ ഇവിടെ എത്തിയ ഡെലിഗേറ്റ്സിനും എല്ലാ കലാകുവൈത്തിൻ്റെ പ്രവർത്തകർക്കും സദസ്യർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.